കവറിന്റെ ക്വാളിറ്റിയാണ്. ഇത് പ്ലാസ്റ്റിക് ആണ്. അപ്പൊ നമുക്കറിയാം എവിടെ നിന്ന് ചൂടടിച്ചാലും ഇതിന് ഡയോക്സൈഡ് ഉണ്ടാവും അല്ലേ. അപ്പൊ നമുക്ക് ഒരു നാപ്കിൻ ഇതാണല്ലോ അതിന്റെ വലിപ്പവും, ചിലപ്പോൾ ഇതിന്റെ വ്യത്യസ്തമായ വലിപ്പങ്ങളുണ്ട്. ഓക്കെ, ഇത് നമ്മൾക്ക് വരുന്നത് ഇത് ഫോയിൽ പേപ്പറാണ്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെ നമുക്ക് ഇതുപോലെ അടച്ച് ലോക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ ഇതിന് ചൂടടിച്ചാലും ഡയോക്സൈഡ് നമുക്കൊന്നും വരില്ല. ഈ പേപ്പറിന്റെ ഈ നാപ്കിന്റെ പൊസിഷനെ കാണുന്നു, പക്ഷെ ഇതിന്റെ കട്ടി നോക്കിയാൽ മതി. ഇതിന് അത്രയും വെയിറ്റ് ഉള്ള സാധനം, കട്ടി കുറവാണ്. പക്ഷെ ഈ സാധനം 8 ലെയറാണ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് ഇപ്പൊ ഏകദേശം ഇതല്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് അറിയാം, ഇതൊന്നും വെള്ളത്തിലിട്ട് കാണില്ല. നമ്മൾ ആദ്യം ഇത് വെള്ളത്തിലിട്ടു, രണ്ടാമത് നമ്മളെ നാപ്കിനും വെള്ളത്തിലിടുക. ഓക്കെ, ഇപ്പം ഇത് കഴിഞ്ഞു. ഇതിപ്പോഴും അങ്ങനെ കിടക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ഇത് കഴിഞ്ഞു. ഇനി ഇത് നമുക്കറിയാം തൊട്ട് കഴിഞ്ഞാൽ അവസ്ഥ എന്ന് ആലോചിച്ചു. നനവുണ്ടല്ലോ അല്ലേ, എങ്ങനെ തൊട്ടാ മനസ്സിലാവും ഉണ്ടല്ലേ, നനവുണ്ട് സാർ. ഓക്കെ, നനവുണ്ടല്ലോ. ഓക്കെ, ഇതിന്റെ പ്രശ്നം എന്താ പറയുക, ഇത് കുട്ടികൾ ഇപ്പൊ ഈ പീരീഡ്സിന്റെ 1ാമത്തെ 2ാമത്തെ 3ാമത്തെ 4ാമത്തെ ദിവസമൊക്കെ നമുക്ക് ഓവർഫ്ലോ ഉള്ള ടൈമാണ്. ഇതും വെച്ചിട്ടാണ് ഒരു കുട്ടി സ്കൂളിൽ പോകണമെങ്കിൽ അവരിയ്ക്കുമ്പോൾ തന്നെ മസിൽസ് ടൈറ്റ് ആവും. അപ്പൊ അത് പ്രഷർ എവിടത്തേക്ക് വരും, ഇതിലേക്ക് വരും. ജസ്റ്റ് ഇതിങ്ങനല്ല തട്ടിപ്പോയി കഴിഞ്ഞാൽ ഇത് ലീക്കേജ് വരും. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ തട്ടിലും ലീക്കേജ് വരും. അപ്പൊ കുട്ടികളുടെ മാനസികാവസ്ഥ എത്രയായിരിക്കും, കുട്ടികൾക്ക് അപ്പഴേ സ്ട്രെസ് വരും. ശരിയല്ലേ? അപ്പം ഇതിനെ കൊണ്ട് ഉണ്ടാകുന്ന ദോഷവശങ്ങൾ ഒരുപാടാണ്. ലാസ്റ്റ് വരെ പറഞ്ഞൊരു റിസൾട്ട് പറഞ്ഞത് ഇതിനെ കൊണ്ട് സ്കിന്ന് വരെ ഡാമേജ് ആവും. ഓക്കെ, ഇൻഫെക്ഷൻ ഉണ്ടാവും. അത് മുതലേ ഒരു 37 ഡിഗ്രി അല്ലേ നമ്മൾ പറയുന്നത് ബ്ലഡ് ഏറ്റവും കൂടുതൽ. അപ്പൊ ഇതിലേക്ക് വരുന്ന സമയത്ത് ഡയോക്സിൻ വർദ്ധിക്കുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഇൻഫെക്ഷൻ വരാനുള്ള കൂടുതൽ ചാൻസ്. ഓക്കെ, ഇനി നമ്മളെ ഈ പ്രോഡക്റ്റ് ഒന്ന് ജസ്റ്റ് അങ്ങനെ തന്നെ